കോട്ട പിടിക്കാൻ കൊമ്പന്മാർ. ഹലോ ഗൈസ്, വെൽക്കം ടു മെക് സ്റ്റുഡിയോ. സീസണിലെ 16ാം റൗണ്ട് പോരാട്ടത്തിന് ഞായറാഴ്ച കൊച്ചിയിൽ സ്വന്തം തട്ടകത്തിൽ FC ഗോവയെ നേരിടാനൊരുങ്ങുകയാണ് കേരളത്തിൻ്റെ കൊമ്പന്മാർ. മത്സരത്തിൽ കേരള ബ്ലാസ്റ്റേഴ്സ് വർസസ് FC ഗോവ പോരാട്ടത്തെക്കാൾ ഉപരി ആരാധകർക്കിടയിൽ ഏറ്റവും വലിയ അല്ലെങ്കിൽ ഏറ്റവും ചർച്ചയാവുന്നത് രണ്ട് സൂപ്പർ സ്ട്രൈക്കേഴ്സ് തമ്മിലുള്ള പോരാട്ടമാണ്. കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ഗ്രീക്ക് സ്ട്രൈക്കർ ദിമിത്രോസ് ഡയമന്തക്കോസ് ആണെങ്കിൽ FC ഗോവയുടെ കളിക്കാരൻ നോഹ സദോയ്. ശരിക്കും നോഹ സദോയ് ഒരു സ്ട്രൈക്കറല്ല, ഒരു മിഡ്ഫീൽഡർ, ഒരു അറ്റാക്കിംഗ് മിഡ്ഫീൽഡറാണ്, അതിലുപരി ഒരു വിങ്ങർ കൂടിയാണ്. പക്ഷേ ഒരു മികച്ച സ്ട്രൈക്കറുടെ എല്ലാ ക്വാളിറ്റി നിറഞ്ഞൊരു താരം തന്നെയാണ് നോഹ സദോയ്. ദിമിത്രോസ് ഡയമന്തക്കോസ് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ പ്യുവർ സ്ട്രൈക്കർ. ബ്ലാസ്റ്റേഴ്സിനോട് ഈ സീസണിൽ ഏറ്റവും കൂടുതൽ ഗോളുകൾ നേടിയ താരം. ഗോൾഡൻ ബൂട്ട് റേസിൽ 8 ഗോളുകളുമായി രണ്ടാം സ്ഥാനത്താണ്. റോയ് കൃഷ്ണയ്ക്ക് പിന്നിൽ രണ്ടാം സ്ഥാനത്താണ് ബ്ലാസ്റ്റേഴ്സിൻ്റെ ഗോളടി വീരൻ ഡയമന്തക്കോസ്. ചടിലമായ ചുവടുകളുമായി എതിരാളികളുടെ ബോക്സിൽ എപ്പോഴും വിള്ളലുകൾ വീഴ്ത്താൻ കെൽപ്പുള്ള താരമാണ് ഗോവയുടെ നോഹ സദോയ്. ഗോവ ഈ സീസണിൽ നേടിയ 19 ഗോളുകൾ എടുത്തു നോക്കിയാൽ അതിലൊരു 10ൽ കൂടുതൽ ഗോളുകളിലും നോഹ സദോയുടെ ടച്ചുകൾ നമുക്ക് വ്യക്തമായി തന്നെ കാണാം. ചടിലമായ നൃത്തച്ചുവടുകളുമായി എതിരാളികളുടെ ഇടതുവിങ്ങിലൂടെയും വലതുവിങ്ങിലൂടെയും നിരന്തരം അറ്റാക്കുകൾ അഴിച്ചുവിടാൻ കെൽപ്പുള്ള ഈ ഒരു മൊറോക്കൻ താരമാണ് ഗോവയുടെ കരുത്ത്. ബ്ലാസ്റ്റേഴ്സിനെ സംബന്ധിച്ച് ഡയമന്തക്കോസിന്റെ ബൂട്ട് ചലിച്ചാൽ പിന്നെ ബ്ലാസ്റ്റേഴ്സിന് ആവശ്യം വേറെ ഒന്നുമില്ല. കഴിഞ്ഞ മത്സരത്തിൽ ചെന്നൈക്കെതിരെ പോരാട്ടത്തിൽ പരിശീലന സെഷനിൽ പരിക്കേറ്റ് താരം കഴിഞ്ഞ മത്സരം കളിച്ചിരുന്നില്ല. എന്നാൽ പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ പ്രകാരം ഞായറാഴ്ച ഗോവയ്ക്കെതിരെ നടക്കാൻ പോകുന്ന പോരാട്ടത്തിൽ ഡയമന്തക്കോസ് ബ്ലാസ്റ്റേഴ്സിലേക്ക് തിരികെ എത്തും. സോ അത് ബ്ലാസ്റ്റേഴ്സിനെ സംബന്ധിച്ച് എന്തുകൊണ്ടും ആശ്വാസകരമായ വാർത്ത തന്നെയാണ്. കാരണം ബ്ലാസ്റ്റേഴ്സിൻ്റെ സൂപ്പർ സ്ട്രൈക്കർ തിരികെ എത്തുന്നു. അതോടൊപ്പം തുടർച്ചയായ 2 മത്സരങ്ങൾ പരാജയപ്പെട്ടിട്ടാണ് FC ഗോവ വരുന്നതെങ്കിൽ തുടർച്ചയായ 3 തോൽവികൾ നേരിട്ടുകൊണ്ടാണ് കേരള ബ്ലാസ്റ്റേഴ്സ് നാളെ ഇറങ്ങുന്നത്. സോ ഈ 2 ടീമുകളെ സംബന്ധിച്ചും വിജയം അനിവാര്യമായ പോരാട്ടമാണ് നാളെ കൊച്ചിയിൽ. സ്വന്തം തട്ടകമായ കൊച്ചിയിൽ കേരള ബ്ലാസ്റ്റേഴ്സിനും ഗോവയ്ക്കും. അതിനാൽ തന്നെ മികച്ച ഒരു പ്രകടനം തന്നെയായിരിക്കും ഇരു ടീമുകളും കാഴ്ചവെക്കാൻ പോകുന്നത്. അതിലുപരി നോഹ സദോയ് വേഴ്സസ് ദിമിത്രോസ് ഡയമന്തക്കോസ്, ഈ ഒരു പ്ലെയർ കമ്പാരിസൺ തന്നെയായിരിക്കും നാളത്തെ മത്സരത്തിൽ എടുത്ത് കാണാൻ പോകുന്നത്. ഗോവ ഈ സീസണിൽ 19 ഗോളുകളാണ് നേരിട്ടത്. അതിൽ ഭൂരിഭാഗം ഗോളുകളിലും നോഹ സദോയുടെ ആ ഒരു ടച്ച് നമുക്ക് എടുത്ത് പറയുന്ന കാര്യം തന്നെ. കാരണം നോഹും ബ്രാണ്ടനും കാർലോസ് മാർട്ടിനസും ഒക്കെ അടങ്ങുന്ന ആ ഒരു കോംബോ തന്നെയാണ് ഗോവൻ അറ്റാക്കിംഗ് നിരയുടെ ശക്തി. ബ്ലാസ്റ്റേഴ്സിലേക്ക് വരികയാണെങ്കിൽ കഴിഞ്ഞ മത്സരത്തിൽ ഡയമന്തക്കോസ് കളിച്ചിരുന്നില്ല, പരിക്ക് കാരണം താരം പുറത്തായിരുന്നു. എന്നാൽ അടുത്ത മത്സരത്തിൽ ഗോവയ്ക്കെതിരെ പോരാട്ടത്തിൽ ഡയമന്തക്കോസ് തിരികെ ഇലവിലേക്ക് എത്തുന്നു. സോ ദിമി, ഫെഡോർ ഷെർണിച്ച് അടങ്ങുന്ന അറ്റാക്കിംഗ് നിര തന്നെയായിരിക്കും നാളെ ബ്ലാസ്റ്റേഴ്സിൻ്റെ കരുത്ത്. കത്തിരിക്കാം കൊച്ചിയിൽ വീണ്ടും വിജയവഴിയിലേക്ക് കൊമ്പന്മാർ തിരികെ എത്തുമോ?